ഹലോ എവ്രി വൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് നമ്മൾ പാലക്കാട് ഭാഗത്തൊക്കെ അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പുളിങ്കറിയെ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാത്രത്തിൽ ഏകദേശം 1/2 ഗ്ലാസോളം തോരപ്പരിപ്പ് എടുക്കണം. ഇത് നന്നായി കഴുകിയിട്ട് അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 5-6 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും 3 പച്ചമുളകും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ വേറൊരു പാത്രത്തിൽ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുതിർത്തി വെക്കണം വെള്ളത്തിൽ. ഇനി പുളിങ്കറി ഉണ്ടാക്കാൻ ഒരു പൊടി തയ്യാറാക്കണം നമ്മൾ. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ പച്ചരി, 3 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പച്ചരി ഇല്ലെങ്കിൽ ഏത് അരി വേണമെങ്കിലും എടുക്കാട്ടുള്ളൂ. ഈ പുളിങ്കറിക്ക് ഞാൻ ചേനയും മത്തനുമാണ് കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും ഉലുവയും വറ്റൽമുളകും ഉണ്ടല്ലോ, അത് ഒന്ന് ആറിയ ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കലക്കി വെക്കണം. ഇത് നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഈ കൂട്ടാനിൽ നമ്മൾ ചേനയും കുമ്പളങ്ങയും മത്തനും 3 ചേർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ചേർത്താലും മതി. ചേന കുറച്ച് വെന്ത ശേഷം മത്തങ്ങ കഷ്ണങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ മത്തങ്ങ പെട്ടെന്ന് വേകും, ചേന കുറച്ച് സമയം പിടിക്കും. മത്തങ്ങ കഷ്ണം ചേർത്തിയ ശേഷം അതിലേക്ക് 2 ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കഷ്ണങ്ങൾ ഇത്തിരി വലിയ സൈസായിട്ട് തന്നെ മുറിക്കണം. അമ്പലങ്ങളിലൊക്കെ ഇത്തിരി വലിയ സൈസായിട്ട് തന്നെ കിട്ടുക കഷ്ണങ്ങൾ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വേഗം വെന്ത് കിട്ടും. മത്തനും കുമ്പളങ്ങയും കൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പുളിവെള്ളത്തിൽ തന്നെ വേവിക്കാട്ടുള്ളൂ. കഷ്ണങ്ങളൊന്ന് വെന്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കണം. ഒരു തിള വന്ന ശേഷം നമ്മൾ തീ നല്ലോണം ചുരുക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തീ കൂട്ടണം. കുറച്ച് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ട് ഇതിലേക്ക് ആ വെള്ളം ചേർത്തിക്കോളൂ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ തിളപ്പിക്കണം. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ തിളപ്പിച്ചെടുക്കണം. കൂട്ടാനൊരു 10 മിനിറ്റും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വറുത്തിടണം. അതിനൊരു തടുക്ക പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഈ കൂട്ടാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് നേരം അത് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോളൂ. കടുക് കുറച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂട്ടാൻ അടച്ച് വെച്ചിട്ട് പിന്നെ വിളമ്പാനെടുത്താൽ മതി. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.